ഈ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ എ സർട്ടിഫിക്കറ്റ് എന്ന് കേട്ടുകഴിഞ്ഞാൽ വലിയ കുളിരൊന്നും തോന്നുന്നില്ലെങ്കിലും ഉള്ള കുളിർ വെച്ച് ഫിലിം സർട്ടിഫിക്കേഷനെ കുറിച്ച് പലർക്കും അറിയാത്ത രണ്ട് കാര്യങ്ങൾ പറയാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് ഇന്ത്യയിൽ സിനിമകൾക്ക് സർട്ടിഫിക്കേഷൻ നൽകാൻ അധികാരമുള്ളത്. 1983 മുമ്പ് യു സർട്ടിഫിക്കറ്റും എ സർട്ടിഫിക്കറ്റും മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. യു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ, അതായത് നിയന്ത്രണങ്ങളില്ലാതെ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാവുന്ന സിനിമകൾ എന്നർത്ഥം. എ സർട്ടിഫിക്കറ്റ് നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ അഡൽട്സ് ഉള്ളി, അതായത് റെസ്ട്രിക്റ്റഡ് ടു അഡൽട്സ് ഓഡിയൻസ് ഉള്ളി, പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ള സിനിമകൾ. എന്നാൽ 1983 സിനിമാറ്റോഗ്രാഫ് ആക്ടിൽ വന്ന അമെൻമെൻറ്റ് പ്രകാരം UA എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ കൂടി കടന്നു വന്നു. UA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ സബ്ജക്റ്റ് ടു പേരൻ്റൽ ഗൈഡൻസ് ഫോർ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 12 years, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പേരൻ്റൽ ഗൈഡൻസോടുകൂടി രക്ഷകർത്താക്കളുടെ മാർഗ്ഗനിർദ്ദേശത്തോടു കൂടി കാണേണ്ട സിനിമകൾ എന്നർത്ഥം. എന്നാൽ 2023 ഇപ്പോൾ വന്ന ഒരു അമെൻമെൻറ്റ് പ്രകാരം UA എന്നുള്ള സർട്ടിഫിക്കേഷൻ ഇനി മുതൽ ഇല്ലാതായി. പകരം UA+7, UA+13, UA+16 എന്നാണ് ഇനി മുതൽ സിനിമാ സർട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയുകയുള്ളൂ. അതായത് പേരൻ്റൽ ഗൈഡൻസോടുകൂടി 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കാണാവുന്നത്, 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കാണാവുന്നത്, 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കാണാവുന്നത് എന്നർത്ഥം. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സിമം.